ഒന്ന്, നയനാർ നിയമിച്ച ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു കൊടുക്കണം. എൻ്റെ കാലത്ത് ഉണ്ടായ CBI എൻക്വയറി, അന്ന് വാജ്പേയിയുടെ ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്, ആ CBI എൻക്വയറിയുടെ വിശദാംശങ്ങൾ ജനസമക്ഷത്ത് നൽകണം. ഇത് രണ്ട് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന. മറ്റൊന്നും പറയാനാണ് ഞാൻ വിളിച്ചു നോക്കിയത്. ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ അതിനിടയിൽ ഒരു UDF സർക്കാർ വന്നപ്പോൾ അങ്ങേക്ക് തന്നെ ആവശ്യപ്പെടാമായിരുന്നു. എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, അവിടെ നടന്നെന്താ എനിക്കറിയാമല്ലോ. അവിടെ എൻ്റെ ഗവൺമെൻറ് ചെയ്തത് ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാനാണ് ശ്രമിച്ചത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇലക്ഷൻ ജയിച്ച പ്രകാശാനന്ദ സ്വാമികൾക്കും കൂട്ടർക്കും അധികാരം കൈമാറണമെന്നുള്ള ജഡ്ജ്മെൻറ്റിന് എനിക്കറിയാം. ഞാൻ നിശ്ചയിക്കുന്നില്ലല്ലോ. അന്നത്തെ SNDP യോഗം ജനറൽ സെക്രട്ടറി ഗോപിനാഥന്റെ ഒരു ആത്മകഥ ഈ അടുത്ത ദിവസം പുറത്തിറങ്ങി. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് SNDP യോഗത്തിന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇത്തരമൊരു പോലീസ് ആക്ഷൻ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകി അങ്ങയുടെ നടപടി വഞ്ചനാപരമെന്നാണ്. ഞാൻ അത്തരം വിവാദങ്ങളിലേക്കൊന്നും കിടക്കാൻ പോകുന്നില്ല. അതിന് മറുപടി ഇല്ല, ഞാൻ പറഞ്ഞത് മൊത്തത്തിലുള്ള കാര്യങ്ങൾക്കാണ്. മൊത്തത്തിൽ ഇന്നലെ LDFന്റെ മെമ്പർമാർ അസംബ്ലി ഉൾപ്പെടെ 21 വർഷമായി കേരളത്തിൽ അന്നത്തെ ആക്ഷനെക്കുറിച്ച് നടക്കുന്ന പ്രചരണങ്ങൾക്ക് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വസ്തുക്കൾ തെറ്റാണെന്ന് എങ്കിൽ പറയട്ടെ ആരെങ്കിലും. ഞാൻ എൻ്റെ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാനൊന്ന് മറുപടി പറയാറുള്ളൂ. ഞാൻ അവസാനം എന്നോട് ഒരുപാട് ആത്മകഥ പറഞ്ഞ മരിച്ചില്ലെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷന് ശേഷം ചില കാര്യങ്ങളൊക്കെ പറയാൻ ആലോചിച്ചതാണ്. ഇന്നലത്തെ പ്രൊവക്കേഷനോട് കണ്ടപ്പോഴാണ് പറഞ്ഞത് ഇത് പറയാൻ ആലോചിച്ചത്. അല്ലെങ്കിൽ ഞാൻ മരിച്ചില്ലെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിയുമ്പോൾ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ ചില വിവാദങ്ങളെക്കുറിച്ച് ഞാൻ പറയും. സാർ, ഈ അങ്ങ് തന്നെ ഈ രണ്ട് നടപടിയെ സംബന്ധിച്ച് വ്യക്തിപരമായ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഒന്ന് ശിവഗിരി വടത്തിലുണ്ടായ സംഭവവും മറ്റൊന്ന് ഈ സംഭവവും, ഈ മുത്തങ്ങയിലുള്ള സംഭവം. ഒപ്പം തന്നെ അങ്ങ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് മാറാട് കലാപം നടക്കുന്നത്. തമിഴ്നാട് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ കലാപം ഉണ്ടായി. അതിൽ വ്യക്തിപരമായി അങ്ങക്ക് ദുഃഖമുണ്ടോ? ഞാൻ ഇന്നലെ പോലീസ് മന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങയുടെ ചോദ്യത്തെ ഞാൻ ഒഴിഞ്ഞു മറന്നില്ല. പക്ഷേ ഇന്നലത്തെ ചർച്ച ഞാൻ പറഞ്ഞു. മാറാടിനെ കുറിച്ചും എൻ്റെ കാലത്ത് ജുഡീഷ്യൽ എൻക്വയറി വെച്ചിട്ടുണ്ട്. ആ ജുഡീഷ്യൽ എൻക്വയറി റിപ്പോർട്ട് ഈ ഗവൺമെൻറ്റുകളുണ്ട്. എന്താണ് മാറാട് നടന്നത് ആ റിപ്പോർട്ടും പുറത്തു കൊടുക്കും. എൻ്റെ അഭ്യർത്ഥന താങ്കൾക്ക് എൻ്റെ കാലത്ത് നടന്നിട്ടുള്ള എല്ലാ ഇതുപോലുള്ള ആക്ഷൻസ് എല്ലാം ദുഃഖം ചെയ്യും. പക്ഷെ ഭരണാധികാരികൾക്ക് ചിലപ്പോൾ അവർക്ക് ചില കടമകളുണ്ട്. കടമ നിർവഹിക്കേണ്ടി വരും. അധികാരത്തിലിരിക്കുമ്പോൾ പലപ്പോഴും ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടാകും. ഇപ്പോഴത്തെ ഗവൺമെൻറ് തന്നെ ഇപ്പോൾ അയ്യപ്പ സംഘം നടക്കാൻ പോകില്ലേ, മുതൽ മരക്കൂട്ടം വരെ വനിതകളെ കൊണ്ടുപോയി നടത്തിയ ആൾക്കാരല്ലേ. ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയും വിവാദങ്ങളിലേക്ക് പോകണ്ട. ഈ സഭയില് ഈ പറഞ്ഞ ആഭ്യന്തരമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്തു. ഒന്ന് അടിയന്തരാവസ്ഥ കാലമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് ഈ ശേഷം ഇക്കറിന് ശേഷം അന്ന് മുഖ്യമന്ത്രി ഈശ്വര വാര്യർ തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അന്നത്തെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കുഞ്ഞിരാമൻ മേനോനെ നിയമിക്കണമെന്ന കാര്യം അങ്ങയോട് വന്ന് അഭ്യർത്ഥിച്ചു. ആ കേസ് കോയമ്പത്തൂർ കോടതിയിൽ പരാജയപ്പെട്ടു പോയി. അതിൽ അങ്ങ് ഇപ്പോഴും ആരോപണം വരികയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ എഴുതിയ പരാമർശം ആറാട് മുത്തങ്ങ മാത്രമല്ല സാർ, ആഭ്യന്തര വകുപ്പ് ആയപ്പോൾ സമാനമായ നിരവധി ആരോപണങ്ങളുണ്ട്. പറയണ്ടേ എന്നെ പ്രോവോക്ക് ചെയ്യുന്ന സുഹൃത്തെ, താങ്കളുടെ രാഷ്ട്രീയ ആവശ്യമായിരിക്കും. പത്രക്കാരന് അപ്പുറത്തെ രാഷ്ട്രീയം ഉണ്ടല്ലോ. പക്ഷെ ഇന്ന് ഞാൻ ഈ രണ്ട് വിഷയങ്ങളൊക്കെ പറയുന്നുള്ളൂ. രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ശിവഗിരിയും മുത്തങ്ങയെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു. രണ്ട് കോടതി വിധിയെ തുടർന്നാണ് അങ്ങനെ നടപടി ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അത് കോടതി ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ നടപടി ഉണ്ടായതെന്ന് പറഞ്ഞാൽ അന്ന് പോലീസ് നടത്തിയ ആ നടപടികളെ ന്യായീകരിക്കുകയാണ്. ആ നടപടികളിലേക്ക് വഴിവെച്ച കാര്യങ്ങൾ നയനാർ നിയോഗിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുത്തങ്ങ സംഭവത്തെക്കുറിച്ച് CBIയുടെ എൻക്വയറി റിപ്പോർട്ടുണ്ട്. അത് രണ്ടും വായിച്ചു നോക്കുക.